എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പല സ്ഥലങ്ങളിലും ക്ലാസ് തുടങ്ങി. കുറേ കുട്ടികൾ കുറേ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യും. ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ പാരൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. ഏത് കോഴ്സിനെ ജോയിൻ ചെയ്യണം, ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി കിട്ടുക. അപ്പോൾ എന്നെ ഇതുപോലെ ഒരുപാട് പാരൻസ് കോൺടാക്ട് ചെയ്യാറുണ്ട്. എല്ലാ പാരൻസിനും അറിയേണ്ടത് ഏത് കോഴ്സ് പഠിച്ചാലാണ് കുട്ടികൾക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു ജോലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ എന്ത് പഠിക്കണം, എത്രയും പെട്ടെന്ന് പഠിച്ചിട്ട് ജോലി കിട്ടുക, അല്ലെങ്കിൽ ചെറിയ കോഴ്സാണെങ്കിൽ കൂടി 6 മാസത്തെ കോഴ്സാണെങ്കിൽ 1 വർഷത്തെ കോഴ്സാണെങ്കിൽ ഇനി അഥവാ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കൂടിയും ഒരു ജോലി എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പഠനത്തിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരു എയിം ഉണ്ടായിരിക്കുക, എയിമിലേക്ക് നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പഠനം ജോലിക്ക് വേണ്ടി മാത്രമാവരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. പഠനം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഗ്യാതറിങ്, നോളജ് ഗ്യാതറിങ്, എക്സ്പീരിയൻസ് ഗ്യാതറിങ്, പീപ്പിൾ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ കൂടിയാണ് നമ്മൾ ഈ പഠനം എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പഠിച്ച് ജോലി നേടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠിച്ച് ജോലി നേടിയതിന് ശേഷം സെറ്റിലാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെയും മാതാപിതാക്കളെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇതുപോലെ നമ്മളുടെ അടുത്ത് ചോദിച്ചു വരുന്ന കുറേ കുട്ടികളുണ്ട്. അതായത് ഏത് ജോലി അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് ഈ കുട്ടികൾക്ക് ജോലി കിട്ടുക എന്നുള്ളത്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ മാത്രം മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാതെ, ആ സർട്ടിഫിക്കേഷൻ എന്ന ക്രൈറ്റീരിയ വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഏത് ജോലിക്കാണോ, ഏത് ജോലി നേടാനാണോ നിങ്ങൾ പഠിക്കുന്നത്, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് അതുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണ് പല കുട്ടികൾക്കും ജോലി കിട്ടാത്തത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ, എല്ലാ മാനേജേഴ്സും MBA ഹോൾഡേഴ്സ് അല്ല, അതേപോലെ തന്നെ എല്ലാ MBA ഹോൾഡേഴ്സും മാനേജേഴ്സും അല്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും വേർതിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്കിൽസാണ്. അതായത് എല്ലാ MBA ഹോൾഡേഴ്സിനും എല്ലാ സ്കിൽസും, മാനേജർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൽസും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ MBA ഹോൾഡർ അല്ല, പക്ഷെ അദ്ദേഹത്തിന് മാനേജർ ആവാനുള്ള സ്കിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മാനേജറായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിലോ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്നാക്കുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാതെ ആ കുട്ടികൾക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യമായി വരുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പല അക്കാഡമീസും ആഡ് ഓൺ കോഴ്സസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സ്കിൽസ് കൊടുക്കുന്നുണ്ട്, എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർട്ടിഫൈഡ് പ്രോഗ്രാം ആകുമ്പോൾ എല്ലാവർക്കും പഠിപ്പിക്കാൻ ഒരു സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസ് പഠനത്തിന് ശേഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു എക്സാം വരും. അപ്പോൾ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ മുഴുവൻ ഈ എക്സാം എങ്ങനെ ജയിക്കാം എന്നതിനെ കുറിച്ചിട്ടായിരിക്കും. സോ എൻഡ് ഓഫ് ദ ഡേ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ ഇത് തന്നെ പൂച്ച, അതായത് സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ ടോപ്പിക്ക് പഠിച്ച് അത് അതുപോലെ തന്നെ എക്സാമിൽ എഴുതി വെച്ചോ പറഞ്ഞോ മാർക്ക് നേടിയ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഇമ്പോർട്ടൻസ് പോകും. ഞാൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് യാതൊരുവിധ ക്വസ്റ്റ്യനും ഇല്ല ഇവിടെ. പക്ഷെ അത് മാത്രം പോരാ ജോലി കിട്ടാൻ എന്നുള്ളതാണ്. ഏത് ജോലിക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്, ആ ജോലി ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്. ആ സ്കിൽ സെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ സ്കിൽ സെറ്റുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം, ആ സ്റ്റുഡൻറ്റിനുണ്ടോ എന്ന് നോക്കണം. ആ സ്കിൽ സെറ്റുകൾ ആ സ്റ്റുഡൻറ്റിന് ഇല്ലെങ്കിൽ ആ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ഈ പഠനത്തിനോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരും, ഈ സ്കിൽ സെറ്റുകൾ ജനറലായിട്ടുള്ള കുറേ സ്കിൽ സെറ്റുകൾ ഉണ്ടായല്ലോ, ആ സ്കിൽ സെറ്റുകളെ കുട്ടികൾക്ക് എങ്ങനെ അക്വയർ ചെയ്യാം, എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ കുട്ടികൾക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ 10 വയസ്സ് നമുക്കൊരു എന്താ പറയുന്നൊരു ബോർഡർ എന്നുള്ള രീതിയിൽ വയ്ക്കാം. അപ്പോൾ 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ 3 സ്കിൽ സെറ്റുകൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന ഈ 3 സ്കിൽസ് ഏത് ജോലി ആയാലും, ആ കുട്ടി എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഇനി അഥവാ സെയിൽസ്മാൻ ആയാലും പോട്ടെ, ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആയാൽ പോലും അവർക്ക് ആവശ്യമുള്ള 3 സ്കിൽസാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളെയും ഈ സ്കിൽസ് അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ചില കുട്ടികൾക്ക് അപ്പോഴേക്കും സ്കിൽസിൽ 1-2 സ്കിൽസോ ചിലപ്പോൾ ഈ 3 സ്കിൽസും അവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കാം.
ഇല്ലെങ്കിൽ അവർക്ക് ഈ സ്കിൽസ് നേടാനുള്ള കോഴ്സസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവൈലബിൾ ആണ്, എക്സ്പേർട്സ് അവൈലബിൾ ആണ്, അവരുടേതായിട്ടുള്ള സെഷൻസിലൂടെയും ഈവൻ ഓൺലൈൻ സെഷൻസ് അവൈലബിൾ ആണ്, യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിലൂടെയെല്ലാം ആ സ്കിൽ സെറ്റുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പാരൻസ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ സ്കിൽ സെറ്റുകളാണ് ജനറലായിട്ട് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് ഈ കുട്ടികൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. 2, ഈ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടായിരിക്കണം. 3, ഈ കുട്ടികൾക്ക് ഗ്രൂമിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാവർക്കും അറിയാം. ഏത് ജോലിയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാതെ നമുക്ക് ഒരു ജോലിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഒരു ഡ്രൈവർ ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണലും പ്രൊഫഷണലുമായിട്ടുള്ള ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. പകരം ഞാൻ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണ് പറയുന്നത്. അതായത് ഏത് ഭാഷയിലായാലും, ഹിന്ദി ആയാലും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയിലായാലും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ കുട്ടികൾ മലയാളം സംസാരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീടിൻ്റെ അകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസേ ഉണ്ടാവും. പുറത്തിറങ്ങിയാൽ അവരെങ്ങനെ പെരുമാറണം, പുറത്തിറങ്ങി ഒരു അപരിചിതരുടെ അടുത്ത് അവരെങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ല ഇനി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എല്ലാ വാക്കുകളും എല്ലാ സെൻറ്റൻസുകളും എല്ലാ ആക്ഷൻസും എല്ലായിടത്തും യോജിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ഇന്ന് ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഡിഗ്രി സ്റ്റുഡൻസ് ആയാലും ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസ് ആയാലും അവർക്ക് ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചിരുന്നു. ആ സുഹൃത്ത് പറഞ്ഞത്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ MCOM കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇൻ്റർവ്യൂവിൽ വന്നു. അദ്ദേഹം HR മാനേജറാണ് ഒരു കമ്പനിയുടെ. അദ്ദേഹം പറയുന്നത്, ഈ കുട്ടി വന്നിരുന്നിട്ട് നാണം കുടുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് നമ്മൾ പെണ്ണ് കാണാൻ പോയാൽ ആ പെൺകുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ആ രീതിയിലാണ് ആ കുട്ടി ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ബിഹേവ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പാരൻസ് തന്നെ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. എല്ലാ സംസാരവും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപരിചിതത്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളത്. കാരണം കുട്ടികളെ നിർബന്ധിച്ച് നമ്മൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിലോ കൊണ്ടാക്കിയാൽ അവർക്കത് മറ്റൊരു സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടിയുള്ള പഠനമായി മാത്രമേ തോന്നുകയുള്ളൂ. കേരളത്തിലുള്ള പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വീണ്ടും അവർ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അവർക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഒരു ഒഴിവ് സമയം ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും കുട്ടികളെ വീട്ടുകളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞയക്കുന്ന പാരൻസിനൊക്കെ എനിക്കറിയാം. അങ്ങനെയല്ലാതെ എന്തിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് കുട്ടികളെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് നേടുന്ന സ്ഥലങ്ങളിൽ ഇവരെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 months ഈ കുട്ടികളിൽ നല്ല ചേഞ്ചസ് നമുക്ക് കണ്ടു തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കുട്ടികളിൽ നല്ല ചേഞ്ചസ് കണ്ടു തുടങ്ങും. ഇതുപോലുള്ള കാര്യങ്ങൾ പാരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ അടുത്ത് പാരൻസ് പറയുന്ന കാര്യങ്ങൾ, കുട്ടികൾ ഓൾറെഡി ഓവർലോഡഡ് ആണ്. അവർക്ക് ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ട്, സ്കൂൾസിൽ പഠിക്കാനുണ്ട്, പിന്നെ വേറെ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ സംബന്ധിച്ചു എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചു. എങ്കിൽ കൂടിയും നിങ്ങൾ ഈ സ്പോർട്സിനും ട്യൂഷനും എല്ലാം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ സ്കിൽ അക്വയർ ചെയ്യാൻ കൊടുക്കണം എന്നുള്ളത് വളരെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടിക്ക് പഠിച്ച് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായി, പക്ഷേ സ്കിൽസ് ഇല്ല, കുട്ടി ജോലി അന്വേഷിച്ച് പോകുമ്പോൾ സ്കിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടി റിജക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പാരൻസ് തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എവിടെയാണോ അതിന് യോജിച്ച ട്രെയിനിങ് കിട്ടുന്നത് അവിടേക്ക് ഈ കുട്ടികളെ പറഞ്ഞയക്കണം എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പാരൻസും ഉറപ്പിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ആംഗിളിലല്ല സംസാരിക്കുന്നത്. പകരം കുട്ടികൾക്ക് ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രൊഫഷണലി അവർക്ക് എങ്ങനെ സംസാരിക്കാം, ഒരു 10 ആളുടെ മുമ്പിൽ നിന്ന് എങ്ങനെ സംസാരിക്കാം, അവർക്ക് ഈ സഭാകമ്പം എന്ന് പറയുന്നത് നമ്മൾ പേടി, ആ പേടിയില്ലാതെ എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചിട്ടെല്ലാം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം തന്നെ അവർക്ക് സമ്മാനിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവരുടെ കമ്പ്യൂട്ടർ സ്കിൽസാണ്. നമ്മളുടെ പല കുട്ടികളും പഠിച്ചിറങ്ങുന്നു, പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഞാൻ ഒരു കുറ്റം പറയുകയെന്നല്ല, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ആർട്സ് കോളേജുകളിൽ നിന്നും ആർട്സ് സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് CV ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു MS ഓഫീസ് ഉപയോഗിക്കാനോ അറിയുന്നില്ല എന്നുള്ളതാണ്. MS ഓഫീസ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഓഫീസ് ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക, ഫീസ് കുറഞ്ഞ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഈ കോഴ്സുകൾ പഠിച്ചാലും മതി കുട്ടികൾക്ക്. പക്ഷേ ഇവർ ഈ കോഴ്സുകൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും MS ഓഫീസിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ക്ലാസ്സസ് ചെയ്യുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരുപാട് പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് എടുത്ത് കൊടുത്തിട്ട് ഈ ടോപ്പിക്കിൽ ഒരു PPT, ഒരു PowerPoint പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഈ കുട്ടിക്ക് PPT യൂസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ MS ഓഫീസിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള എക്സൽ ഷീറ്റുകളിൽ എന്തെങ്കിലും ഒരു ഫോർമുല ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് ആ എക്സൽ ഷീറ്റ് തന്നെ എന്താണെന്ന് അറിയില്ല, പിന്നെ ഫോർമുലാസ് എങ്ങനെയാണ് ചെയ്യാനെന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. വേർഡിൻ്റെ ഫോർമാറ്റിങ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ലെറ്റർ അടിക്കാൻ, ഇപ്പോൾ ChatGPT ഉള്ളത് കൊണ്ട് ലെറ്റർ അടിക്കാൻ സുഖമാണ്, നമ്മൾ കണ്ടന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT കറക്റ്റായിട്ട് തരും. പക്ഷേ ഇത് വേർഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യണമല്ലോ, ആ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനത്തെ കുട്ടികളാണ് ജോലി അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന പല HR മാനേജേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം തന്നെ ഇതാണ്, ഞങ്ങൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ഇന്ത്യയിലുണ്ട് എന്നുള്ളതൊക്കെ എല്ലാ ഭാഗത്തും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. യുവാക്കൾക്ക് ഇപ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ അടുത്തൊരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയുടെ HR മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഏകദേശം 40ഓളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, 40ഓളം വേക്കൻസീസ് ഉണ്ട്. ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 300-350 CVs വരും. ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേരെ പോലും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം ആ 10 പേർക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ട്. അവരിപ്പോൾ MCOM ആയിരിക്കാം, അല്ലെങ്കിൽ MA എക്കണോമിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, PGയോ UGയോ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സ്കിൽ സെറ്റ് നോക്കുമ്പോൾ സ്കിൽ സെറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അവർ മെയിനായിട്ട് പറയുന്നത് ഈ എക്സൽ ഷീറ്റ്, ഈ ഫൈനാൻസ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എക്സൽ ഷീറ്റിൽ യൂസ് ചെയ്യുന്നതും അതിലെ ഫോർമുലാസ് യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഷോർട്ട് കട്ട്സ് അറിയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്കിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ കുട്ടികളെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ തീർച്ചയായും നമ്മൾ പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ സ്കിൽസാണ്. കുട്ടികൾ വീട്ടിലിരുന്നിട്ട് ലാപ്ടോപ്പിലിരുന്ന് യൂട്യൂബ് കാണുന്നതല്ല കമ്പ്യൂട്ടർ സ്കിൽസ് എന്നുള്ളതാണ് പാരൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാനിതുപോലെ ഒരു പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, മകന് ഇങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ അവൻ ഫുൾ ടൈം കമ്പ്യൂട്ടറിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത്, മോൻ എന്താണ് കമ്പ്യൂട്ടറിൽ ചെയ്യാറുള്ളത്? ഞാൻ യൂട്യൂബ് വാച്ച് ചെയ്യും. യൂട്യൂബ് കാണുന്നതല്ല കമ്പ്യൂട്ടർ സ്കിൽസ്. ബേസിക് ആയിട്ട് MS ഓഫീസ് പാക്കേജുകൾ യൂസ് ചെയ്യാൻ അവർ പഠിച്ചിരിക്കണം. വേർഡും എക്സലും PowerPoint പ്രസൻറ്റേഷൻസും അവർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ ഉപരി ഈ കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അനിമേഷൻ പഠിക്കാം, അതുപോലെ തന്നെ എഡിറ്റിംഗ് പഠിക്കാം, വെബ് ഡിസൈനിങ് പഠിക്കാം. ഇങ്ങനത്തെ കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ചെറിയ ചെറിയ ഫീസോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഈവൻ കേരള ഗവൺമെൻറ് കീഴിലുള്ള പല ഏജൻസീസും ഇതിന് സർട്ടിഫിക്കേഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കേരള ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസ് നോക്കിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് സിലബസിൽ പഠിച്ച് പോകാനും പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഇമ്മീഡിയറ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടിയെ ഇങ്ങനത്തെ കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇദ്ദേഹത്തിനെ എഞ്ചിനീയർ ആക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവനിപ്പോൾ 10 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ ഈ കോഴ്സ് പഠിച്ചിട്ട് എന്താ ഉപകാരം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇപ്പോൾ ഒരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ട് എന്താ ഉപകാരം എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ അവരടുത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ആ കുട്ടിയെ എഞ്ചിനീയർ ആക്കുകയോ എഞ്ചിനീയർ ആക്കാതിരിക്കുകയോ അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ്. ആ കുട്ടി അതിനനുസരിച്ചിട്ട് പഠിച്ചിട്ട് ചിലപ്പോൾ നല്ലൊരു എഞ്ചിനീയറായി മാറിയിരിക്കും. പക്ഷേ ഈ കുട്ടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും മൊബൈലിൽ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ
ഫോട്ടോ എഡിറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് ഓഫീസിൽ പോയാലും MS ഓഫീസ് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പ്രിൻ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒരു ഫോട്ടോ കോപ്പി മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അവർ ഏത് ജോലി ചെയ്താലും, അവർ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഏത് ജോലി ചെയ്താലും അവർ സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ചെറിയ കോഴ്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണെങ്കിൽ തന്നെ നല്ല സിലബസ് നോക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ഗവൺമെൻറ് അപ്രൂവലുള്ള സിലബസുകൾ അവൈലബിൾ ആണ്. നന്നായിട്ട് അവർ റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിലബസാണ്. ആ സിലബസുകൾ ഉള്ള കോഴ്സുകളിൽ ഇവർ ചേർത്തുകയാണെങ്കിൽ ഫീസും കുറവായിരിക്കും. മാത്രമല്ല ഇവർക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഈ യൂസേജ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ യൂസേജ് യൂട്യൂബ് കാണുന്ന രീതിയിൽ പോകുന്നതിനല്ല. അങ്ങനെ കൂടുതൽ യൂട്യൂബ് നല്ല വീഡിയോസിൽ കാണുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾക്ക് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറിനെ കുറിച്ചൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറയാം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറെ കുറിച്ചോ ക്രിക്കറ്റ് പ്ലെയറെ കുറിച്ചിട്ടോ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറയാം. ആ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അത് പാരൻസിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഇതൊക്കെ വീടുകളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ ഏത് അക്കാഡമിയിലാണോ പോകുന്നത് അവിടെ നടക്കേണ്ട കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ എല്ലാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിച്ചേ മതിയാവും. കാരണം ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്. കുട്ടിയുടെ മാർക്ക് കുറഞ്ഞ് പോയാൽ ഇതേ പാരന്റ് തന്നെയാണ് ആ ടീച്ചറെ പോയിട്ട് ചീത്ത പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടീച്ചർ ആ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതും ആ സിലബസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഉത്തരം കൊടുക്കാം എന്നുള്ളതായിരിക്കും ടീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷേ ഇത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടികളുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആകുന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. ഈവൻ ഡ്രാമ ക്ലാസ്സസ് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സ്കിൽസ്, അതായത് ബേസിക്കലി MS ഓഫീസ് പാക്കേജെങ്കിലും ഇവർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ അവർക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ ആഡഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ്. അപ്പോൾ മിനിമം MS ഓഫീസ് പാക്കേജെങ്കിലും ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് 10ാം ക്ലാസ് 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ കുട്ടികളെ ഇത് പഠിപ്പിച്ച് തുടങ്ങുക. അപ്പോൾ ആണ് അവർ അതിലൊരു എക്സ്പേർട്ട് ആവുകയുള്ളൂ. എൻട്രി ലെവൽ ഇപ്പോൾ ആർക്കും ആവശ്യമില്ല. ഏത് ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അവർക്കൊരു എക്സ്പേർട്ടിനെയാണ് ആവശ്യം. ചെറിയ പ്രായത്തിൽ തന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇവരുടെ ടൈപ്പിംഗ് സ്പീഡ് കൂടും, ഇവർക്ക് ഷോർട്ട് കട്ട്സുകൾ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നതിനായിട്ടും രസകരമായിട്ട് വേഗത്തിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പല സ്കൂളുകളിലും അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അത് ഗ്രൂമിംഗ് ആണ്. ഗ്രൂമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അമർ അക്ബർ ആൻ്റണി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയിൽ പിഷാരടി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. എനിക്ക് ഓർമ്മയില്ല ക്യാരക്ടറുടെ പേര്. ആ ക്യാരക്ടർ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു പാർട്ടി വെയർ ഇട്ടിട്ടുള്ള ഒരു സീനിൽ തിയേറ്ററിലൊക്കെ പൊട്ടിച്ചിരിയായിരുന്നു. വളരെ വലിയൊരു പൊട്ടിച്ചിരിയായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത് സമ്മാനിച്ചത്. നമ്മൾ ആ സീനിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നോക്കിയിട്ട്, നമ്മുടെ ഡ്രസ്സിങ്ങിനെ നോക്കിയിട്ട്, നമ്മുടെ ഗ്രൂമിങ്ങിനെ നോക്കിയിട്ട് എത്ര പേര് അങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ വസ്ത്രങ്ങൾ റീയൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കന്മാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ ആദ്യം ഒരു ഡ്രസ്സ് വാങ്ങിക്കും, അത് ആ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിക്കുക. ആരെങ്കിലും വീട്ടിലൊരു കല്യാണം ഉണ്ട്, അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങിച്ചു. പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്ത് ഒരാഴ്ചക്കുള്ളൊരു മരണം നടന്നു കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ആ മരണത്തിന് പോകുന്നത്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ വാങ്ങിച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ മരണം കൂടാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഇതേ ഡ്രസ്സ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അകത്ത് മാത്രം ഇടുന്ന ഡ്രസ്സായി മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നൈറ്റിൽ മാത്രം ഇടുന്ന ഡ്രസ്സായി മാറും. കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുന്നത്, അടുക്കളയിലെ പിടിത്തുണി എന്ന് പറയില്ലേ, അങ്ങനത്തെ തുണിയായി മാറും. ലാസ്റ്റ് അതൊരു മാറ്റായിട്ട് ചളിയൊക്കെ ചവിട്ടി കയറുമ്പോൾ കാൽ തുടയ്ക്കാനുള്ളൊരു തുണിയായി മാറും. നമ്മളങ്ങനെ റീയൂസ് ചെയ്യുന്നു, വളരെ നല്ല കാര്യം. പക്ഷെ നമ്മൾ അണിയുന്ന വസ്ത്രം നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് മരണ വീടുകളിലെല്ലാം കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് നിൽക്കുന്ന ആളുകൾ. അവർ പറയുന്നൊരു കാര്യം, ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്, ആളുകൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് ഞാനിത് ഇടുന്നു എന്നുള്ളതാണ്. പിഷാരടിയെ കണ്ടിട്ട് എങ്ങനെയാണോ നമ്മൾ ചിരിച്ചത് അതേ രീതിയിൽ നമ്മളെ കണ്ട് ആളുകൾ ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതൊരു പോയിന്റാണ്. ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പല കുട്ടികൾക്കും ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയില്ല. നമ്മൾ ജെൻസി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഈ ജെൻസി പ്രോബ്ലം ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ആവരുത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോകുമ്പോൾ ഇടേണ്ടത് എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ അത് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടികളുടേതായിട്ടുള്ള 10 വയസ്സ് വരെ നമ്മൾ എടുത്ത് കൊടുക്കുന്ന ഡ്രസ്സായിരിക്കും കുട്ടികൾ ഇടുക. അവിടെ നിന്ന് നമുക്കിത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. 10 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരായിരിക്കും ഡ്രസ്സുകൾ എടുത്ത് ഇടുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, ഇന്ന കളർ അല്ലെങ്കിൽ ഇന്ന പാറ്റേൺ, ഇന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, എവിടേക്കാണ് പോകുന്നത്, ബാങ്കിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ കുട്ടികളെ ബാങ്കിലേക്ക് കൊണ്ടുപോയി ബാങ്കിനെയും എന്താ പറയുക അവരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുത്ത് വേണം പോകാൻ. നമ്മൾ കള്ളിയും കൊണ്ട് കൊടുത്തൊരു ബാങ്കിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും ആ ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾ വിചാരിക്കുന്നത് ഇങ്ങനെ പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു കസ്റ്റമർ ആയതുകൊണ്ട് ബാങ്കുകാർ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ കുട്ടി ഭാവിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോണിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ ഇതേ രീതിയിൽ കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ ബാങ്കുകാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും തന്നെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇടേണ്ടത്, ഏത് ഒക്കേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ട് കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് പോകരുത്, ഇങ്ങനത്തെ ഷർട്ട് ഇട്ട് പോകരുത്, ഈ പാറ്റേണിലുള്ള ഷർട്ട് ഇട്ട് പോകരുത്, ഈ പാറ്റേണിലുള്ള ട്രൗസേഴ്സോ അല്ലെങ്കിൽ പാൻസോ ഇട്ട് പോകരുത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂ ഇങ്ങനത്തെ ഷൂ ആയിരിക്കണം എന്നീ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അടുത്ത വട്ടമെങ്കിലും നമ്മൾ കുട്ടികൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അതിൽ ഫോർമൽ ഡ്രസ്സ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളെപ്പോഴും കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? ഡ്രസ്സിൻ്റെ കളർ നോക്കിയിട്ട് അതിലെ ചിത്രങ്ങൾ, പ്രിൻറ്റിങ്, ഫ്ലവേഴ്സൊക്കെ നോക്കിയിട്ട്, പാറ്റേൺസ് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കണം, കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അവർ ധരിച്ചോട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ അത് ഫോർമലാണോ ഇൻഫോർമലാണോ എന്നും കൂടി കൺസിഡർ ചെയ്തിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ കുട്ടികളെ ഫോർമലായിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, മാരേജിന് പോകുമ്പോൾ അത് ഫോർമൽ മാരേജിലാണ്, അങ്ങനത്തെ ഒരു റിസപ്ഷൻ പോലത്തെ പരിപാടിക്കാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടികളെ നമ്മളുടെ ഒപ്പം ഒരു വയസ്സായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ധരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളെയും ആ രീതിയിൽ നമ്മൾ ഗ്രൂമിങ്ങിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് ഒരുപാട് ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ആ ട്രെയിനിങ്സ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പല മേഖലകളിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് കല്യാണത്തിനിടുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ. ഈ കല്യാണത്തിന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, കാരണം അത് പുതിയ ഡ്രസ്സാണല്ലോ, പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അങ്ങനെയൊന്നുമില്ല, പുതിയ ഡ്രസ്സ് ഇട്ട് ഇൻ്റർവ്യൂവിന് പോകണം എന്നുള്ളൊരു നിയമമൊന്നുമില്ല. ഫോർമൽ ഡ്രസ്സ് ഇട്ട് ഇൻ്റർവ്യൂവിന് പോകണം എന്നുള്ള നിയമമാണുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഫോർമൽ ഡ്രസ്സുകൾ എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. പാരൻസിന് അത് കഴിയുന്നില്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ആ ട്രെയിനിങ്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസ് തയ്യാറാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് കുട്ടികളുടെ ഹെയർ സ്റ്റൈലുകൾ, ഇവർ ഏത് രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെക്കേഷൻ സമയത്ത് ഫുൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടിക്ക് അവർക്ക് ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആ കുട്ടി അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ യൂണിഫോമിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാം. ഇപ്പോൾ ഈ കുട്ടികൾ കുറച്ചൊക്കെ വലുതായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറച്ച് വലുതായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റ് പോലത്തെ ജോലിക്കൊക്കെയാണ് അവർ പോകുന്നതെങ്കിൽ, കസ്റ്റമർ ഹാൻഡ്ലിംഗ് പോലത്തെ ജോലിക്കൊക്കെയാണ് പോകുന്നത്, ഫേസ് ടു ഫേസ് കസ്റ്റമറെ മീറ്റ് ചെയ്യേണ്ട ജോലിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ, ഈവൻ ബേബി ഹെയർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും, അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് വ്യക്തമായുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് ഇല്ലെങ്കിൽ ഈ കുട്ടികളാണ് ഭാവിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക മോശക്കാരായി മാറുന്നത്. ഇതൊന്നും അറിയാതെയാണോ ഇവിടേക്ക് ഇൻ്റർവ്യൂവിന് വന്നത് എന്ന് വരെ ചോദിക്കുന്ന HR മാനേജറെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് നല്ല ഗ്രൂമിങ് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും 10 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ കോഴ്സുകളായിട്ട് പഠിപ്പിച്ചു തുടങ്ങുക. അത് പഠിക്കാനുള്ള സാഹചര്യം പാരൻസ് ഒരുക്കി കൊടുക്കുക, അതിന് പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. പാരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ ചേർക്കുക. അത് നിങ്ങൾക്കൊരു വേസ്റ്റ് ഓഫ് മണിയോ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു എക്സ്ട്രാ പ്രഷറോ ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമേ ഇല്ല. കുട്ടിയുടെ ഭാവിയിൽ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് റനീഷ്.